പിന്നെ മനുഷ്യന്റെ ബഹുമാനം പറയേണ്ടതുണ്ടോ? അതുകൊണ്ട് തന്നെ ലോകം മുഴുക്കെ സൃഷ്ടിക്കപ്പെടാൻ നിമിത്തമായ, ലോകത്തിന്റെ മുഴുവനും നേതാവായ, ലോകത്തിന് മുഴുവനും അനുഗ്രഹമായ റഹ്മത്തുൽ ലിൽ ആലമീൻ ഖായിദുൽ ഗുദ്ദിൽ മുഹജ്ജലീൻ ശഫീഉൽ മുദ്നിബീൻ മൽജഉൽ ഫുഖറാഇ വൽ മസാകീൻ മുഹമ്മദുർ റസൂലുള്ളാഹി فمبلغ العلم فيه أنه بشر وأنه خير خلق الله كلهم സർവ സൃഷ്ടികളിലും ഏറ്റവും ഉത്കൃഷ്ടരായ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനാണ്. പക്ഷേ മുശ്രിക്കുകൾ പറഞ്ഞതുപോലെ കേവലം ഒരു സാധാരണ മനുഷ്യനല്ല. പറയൂ നബിയേ, ഇന്നമാ അന ബശർ, നിശ്ചയമായും ഞാൻ മനുഷ്യൻ തന്നെയാണ്, ഞാൻ മനുഷ്യൻ തന്നെയാണ്. ഇന്നമാ അന ബശർ മിസ്ലുക്കും, നിങ്ങൾ മനുഷ്യരായതുപോലെ, നിങ്ങളെപ്പോലെയുള്ള മനുഷ്യൻ എന്നല്ല. അത് ഖുർആൻ ദുർവ്യാഖ്യാനം ചെയ്തവർ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിന്ദിക്കാൻ വേണ്ടി പറഞ്ഞുണ്ടാക്കിയ വാദമാണ്. മറിച്ച് ഇന്നമാ അന ബശർ, നിശ്ചയമായി ഞാൻ മനുഷ്യൻ തന്നെയാണ്, മനുഷ്യൻ മാത്രമാണ്. മിസ്ലുക്കും, നിങ്ങൾ മനുഷ്യരായതുപോലെ. മനുഷ്യരായ നിങ്ങളിലേക്ക് മലക്കിനെ നിയോഗിച്ചതല്ല, ജിന്നിനെ പറഞ്ഞേച്ചതല്ല. ഞാൻ മനുഷ്യനാണ്, നിങ്ങൾ മനുഷ്യരായതുപോലെ, പക്ഷേ നിങ്ങളെപ്പോലെയുള്ള മനുഷ്യനല്ല. യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹുൻ വാഹിദ്. നിങ്ങൾക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനെ കാണാൻ കഴിയില്ല, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ശബ്ദം കേൾക്കാൻ കഴിയില്ല, ജിബ്രീൽ അലൈഹിസ്സലാമുമായി സംവദിക്കാൻ കഴിയില്ല, ജിബ്രീൽ അലൈഹിസ്സലാമിന് സന്ദേശം സ്വീകരിക്കാൻ കഴിയില്ല. എനിക്കതിനൊക്കെ കഴിയുന്ന അസാധാരണ മനുഷ്യനാണ് ഞാൻ. എനിക്ക് വഹി അറിയിക്കപ്പെടുന്നു, നിങ്ങളെപ്പോലെ അല്ല. ആ മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനാണ് എന്നത് മാത്രം മതി. മനുഷ്യകുലത്തിന് ബഹുമാനമായി ആ ഒരൊറ്റ കാര്യം മതി. ആ മനുഷ്യൻ, അവന്റെ സൃഷ്ടിപ്പ് തന്നെ വളരെ പ്രത്യേകതയുള്ളതാണ്. സുബ്ഹാനല്ലാഹ്, ഞാൻ ശൈഖുനാ കാന്തപുരം ഉസ്താദ് ക്ലാസ് എടുക്കുന്ന സമയത്ത് കേട്ടിട്ടുണ്ട്. മനുഷ്യനെ സംബന്ധിച്ച് ഉസ്താദ് ഇങ്ങനെ വിവരിക്കുമ്പോ ഒരു ദിവസം പറഞ്ഞു, മുഖത്തോട് മുഖം നോക്കുന്ന ജീവി മനുഷ്യനല്ലാതെ വേറെ ഏതാണ്? മൃഗങ്ങളിൽ പലതും അത് തലതാഴ്ത്തി നടക്കുകയാണ്, മുഖത്തോട് മുഖം നോക്കാൻ അതിന് കഴിയുന്നില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ അതിന്റെ മുഖം നിരത്തി വെച്ച് ഉരസുകയാണ്. മനുഷ്യൻ അങ്ങനെയല്ല. അങ്ങനെ തുടങ്ങി മനുഷ്യന്റെ സൃഷ്ടിപ്പ് തന്നെ വത്തീനി വസ്സൈതൂനി വതൂരി സീനീന വഹാദൽ ബലദിൽ അമീൻ ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ഏറ്റവും ഭംഗിയുള്ള രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച മനുഷ്യൻ, ഏറ്റവും നല്ല ഭംഗിയുള്ള, സുബ്ഹാനല്ലാഹ്, ഏതെല്ലാം ജീവികൾ ഇവിടെയുണ്ട്. ഇന്നേ വരെ ഒരു ജീവിയും ക്ലാസ് എടുക്കുന്നത് കേട്ടില്ല, പ്രസംഗിക്കുന്നത് കേട്ടില്ല, ഒരു ജീവിയും ചിരിക്കുന്നത് കേട്ടില്ല. പശു കരയുന്നത് കേട്ടിട്ടുണ്ട്, ആന കരയുന്നത് കേട്ടിട്ടുണ്ട്. ആന ചിരിക്കുന്നത് കേട്ടവരുണ്ടോ? ചിരിക്കുന്നത് കണ്ടവരുണ്ടോ? സുബ്ഹാനല്ലാഹ്, മനുഷ്യൻ എത്രയെത്ര ബഹുമാനങ്ങളാണ്. ആ മനുഷ്യന് ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള സംസാരശേഷിയും അതുപോലെ ചിന്താശക്തിയും ബുദ്ധിയും എല്ലാം നൽകി അല്ലാഹു പുരോഗമിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്റെ കുട്ടി
പുരോഗതി അനുഭവിക്കാനല്ലാതെ സ്വയം പുരോഗമിക്കാനുള്ള വിശേഷ ബുദ്ധിയോ ചിന്താശക്തിയോ മനുഷ്യരില്ല, ഈ മൃഗങ്ങൾക്കില്ല. അത് മനുഷ്യന് മാത്രമാണ്. അങ്ങനെ പലതുകൊണ്ടും അനുഗ്രഹീതനാണ് മനുഷ്യൻ. ആ മനുഷ്യൻ പക്ഷേ ആശയപരമായി പഴച്ചുപോയാൽ, ആദർശപരമായി തെറ്റിപ്പോയാൽ, ചിന്ത പാളിപ്പോയാൽ, അവന്റെ ബുദ്ധി ഉപയോഗിക്കാതിരുന്നാൽ ഉലൈക കൽ അൻആമി ബൽ ഹും അവൽ, മനുഷ്യൻ മൃഗത്തെക്കാൾ അധപ്പതിച്ചു പോകുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. അത് തന്നെയാണ് ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം ثم رددناه أسفل سافلين. മനുഷ്യൻ ഏറ്റവും അധപ്പതിച്ചവനായിപ്പോ. നിങ്ങൾ നോക്കൂ, ഇവിടെ മൃഗങ്ങൾക്ക് വർഗീയതയില്ല, മൃഗങ്ങൾക്ക് തീവ്രവാദമില്ല, മൃഗങ്ങൾക്ക് ഭീകരവാദമില്ല, മൃഗങ്ങൾ അത്തരത്തിലുള്ള ആശയങ്ങളൊന്നും പ്രചരിപ്പിക്കുന്നില്ല. ഒരു പക്ഷേ സ്വന്തത്തിൽ വല്ല അക്രമവും ചെയ്താലും ആക്രമിക്കണം എന്ന് വേറൊരാളോട് പ്രസംഗിക്കുന്നില്ല, ആക്രമിക്കണം എന്ന് എഴുതുന്നില്ല, വേറൊരാളെ അക്രമത്തിന് പ്രേരിപ്പിക്കുന്നില്ല. മറിച്ച് അതിന്റെ വിവരക്കേട് ഒരു പക്ഷേ അത് ചെയ്തു എന്ന് വരാം. അങ്ങനെയല്ലേ മൃഗങ്ങളുള്ളത്? മനുഷ്യനോ? മനുഷ്യൻ സ്വയം ചീത്തയായാൽ മറ്റുള്ളവരെയും കൂടി എങ്ങനെ ചീത്തയാക്കാൻ കഴിയുമെന്ന് മനുഷ്യൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ മനുഷ്യന് ആദർശം വേണം, ആശയം വേണം. ലോകസത്താവായ